ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നേക്ക് എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ്, യൂറിൻ ഒഴിച്ചിട്ട് ചെയ്യുന്ന പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ 2 കാറ്റഗറി ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ആദ്യത്തെ ബേബിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ് ഒരു കൂട്ടർ ആൾക്കാർ. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷയുള്ളവർ. അതായത് ചിലപ്പോൾ ആദ്യത്തെ ഒരു വാവ ഉണ്ടായിരിക്കും, രണ്ടാമത്തെ വാവയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വേണം എന്ന് ആഗ്രഹിക്കുന്നവര്. അതായത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തൊരു കൂട്ടർ എന്ന് പറയുന്നത്. ഇവർ 2 കൂട്ടറിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഈ ടെസ്റ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഇത് എപ്പോൾ വാങ്ങിച്ച് ചെയ്യണം, അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അതായത് 1927 കാലഘട്ടങ്ങളിൽ ആഷീം ആൻഡ് സോണ്ടക് എന്ന് പറഞ്ഞിട്ടുള്ള 2 ശാസ്ത്രജ്ഞന്മാര് അവർ ലബോറട്ടറിയിൽ അവർ ചെറിയ ചെറിയ അനിമൽസിലൊക്കെ പരീക്ഷിച്ച് അവർ ഇൻവെന്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഈ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒത്തിരി സിമ്പിളാണ്, ലോ കോസ്റ്റ് ആണ്, അതേപോലെ തന്നെ 99% ആക്യുറസി തരുന്ന ടെസ്റ്റ് ആണ് ഈ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് എന്ന് പറയണത്. അപ്പം ഇതിലേക്ക് നമുക്ക് കിടക്കാം. അതായത് ഇത് എപ്പോൾ ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷനും കഴിഞ്ഞ് ഒരു കൺസെപ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 8 തൊട്ട് 11 ദിവസത്തിന് ഉള്ളിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ളത്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇന്ന ദിവസം നിങ്ങൾ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ അതിനൊരു 3-4 ദിവസം മുമ്പ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും പ്രഗ്നന്റ് ആണോ അല്ലേ എന്നുള്ളത്. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കൂട്ടർ ആൾക്കാരെ ഞാൻ പറഞ്ഞു, അതായത് ജസ്റ്റ് കൺഫർമേഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ളവർ എപ്പോഴാണ് ചിന്തിക്കാന്നറിയോ, അതായത് പീരീഡ്സ് മിസ്സായതിനു ശേഷമാണ് അതിനെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം, അതായത് പീരീഡ്സ് തെറ്റി 3 അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെന്ന് പറയണത് ഒരു 12 വീക്കിന് ശേഷം ഈ ടെസ്റ്റ് അത്രയും സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഞാൻ വഴിയെ പറഞ്ഞു തരാം. അടുത്തത് നമുക്ക് ഈ ടെസ്റ്റ് സ്ട്രിപ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഇത് 2 കാറ്റഗറി ഓഫ് സ്ട്രിപ്സ് അവൈലബിൾ ആണ്. യൂറിനിൽ ചെയ്യണത് അവൈലബിൾ ഉണ്ട്, ബ്ലഡിൽ ചെയ്യണതും അവൈലബിൾ ആണ്. അതിനകത്ത് കിറ്റിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും ഏതിൽ ചെയ്യണതാണുള്ളത്. നമ്മൾ പറയണത് യൂറിനിൽ ചെയ്യണ ടെസ്റ്റ് സ്ട്രിപ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയണത്. പിന്നെ അടുത്ത 2 കാറ്റഗറി ഓഫ് യൂറിൻ സ്ട്രിപ്സ് അവൈലബിൾ ആണ്. അതായത് മോർണിംഗ് യൂറിൻ സാമ്പിൾ ഒഴിച്ച് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഏത് സമയത്ത് യൂറിൻ കളക്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രഗ്നൻസി കാർഡ് ടെസ്റ്റുകളും അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ കംഫർട്ട് നോക്കി നിങ്ങൾ വാങ്ങിക്കുക, യൂസ് ചെയ്യുക. പിന്നെ വാങ്ങിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം, ഇതെല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കുക. പിന്നെ അടുത്തത് സാമ്പിൾ കളക്ഷൻ ആണ്. എന്തുകൊണ്ടാണ് ഈ യൂറിൻ സാമ്പിൾ കളക്ട് ചെയ്യണതെന്ന് അറിയോ? അതായത് വൺസ് ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള വുമന്റെ യൂറിനിലേക്ക് HCG എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണിന്റെ റിലീസിങ് നടക്കും. യൂറിനിലേക്ക് മാത്രമല്ല ബ്ലഡിലേക്കും അത് പോവും. അപ്പോൾ വൺസ് ഇംപ്ലാന്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ HCG റിലീസ് ആവാൻ തുടങ്ങും യൂറിനിലേക്ക്. പിന്നെ ഒരു ആഫ്റ്റർ 12 വീക്കിന്, 11 or 12 വീക്കിന് ശേഷം ആ HCGയുടെ ലെവല് ഒന്ന് കുറഞ്ഞൊന്ന് നോർമൽ ലെവൽ ആവാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ആഫ്റ്റർ 12 വീക്കിന് ശേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ആക്യുറസി കിട്ടില്ല എന്ന് പറയണത്. പിന്നെ ഇതാണ് യൂറിൻ സാമ്പിളിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഏർലി മോർണിംഗ് സാമ്പിൾ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ, അതായത് ഫസ്റ്റ് മോർണിംഗിൽ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾ മൂടിയാണ് യൂറിൻ കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്യുമ്പോൾ ഒരു ഡ്രൈ ആയിട്ടുള്ള ബോട്ട് എടുക്കുക, അതിനകത്ത് കുറച്ച് യൂറിൻ കളക്ട് ചെയ്യുക. ഒരു 2 to 3 ഡ്രോപ്സിന്റെ ആവശ്യമുള്ളൂ ആക്ച്വലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂറിൻ കളക്ട് ചെയ്യണ ആ പാത്രം ഡ്രൈ ആയിട്ടിരിക്കുക. നിങ്ങളത് കളക്ട് ചെയ്ത് മാറ്റി വെച്ച്
നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ചില ടെസ്റ്റ് കാർഡ്സ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വോയിഡ് ചെയ്യുമ്പോൾ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഡയറക്റ്റ് വോയിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അത് പല കമ്പനികളുടെ പല രീതിയിലായിരിക്കും. നിങ്ങൾ ലീഫ്ലെറ്റ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഒഴിക്കണ്ടേ എന്നുള്ളത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. പിന്നെ അടുത്തത് ഞാൻ നിങ്ങൾക്ക് ഈ കാർഡ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഈ കാർഡിനെ പറ്റി പറയുമ്പോൾ അതിന് കുറച്ച് പാർട്സ് ഒക്കെ ഉണ്ട്. പാർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഇൻഡിക്കേഷനും കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് എൻ്റെ കയ്യിലുള്ളത് ഈ ഐക്യാൻ്റെ ഒരു സ്ട്രിപ്പാണ്. ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രിപ്പാണ് കേട്ടോ. ഇത് എൻ്റെ തന്നെയാണ്. പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രിപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് രണ്ട് പോർഷൻ കാണാനായിട്ട് പറ്റും. ഒരു ടി ലൈനും കാണാൻ പറ്റും, ഒരു സി ലൈൻ കാണാനായിട്ട് പറ്റും. ഇവിടെയാണ് നമ്മൾ യൂറിൻ ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇത് ഈ ടി ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണത് ടെസ്റ്റ് ലൈൻ ആണ്. ഈ സി ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യണത് കൺട്രോൾ ലൈൻ ആണ്. ഈ ലൈൻസിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് സ്ട്രിപ്പ് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രണ്ട് ലൈനും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ജസ്റ്റ് പ്ലെയിൻ രൂപത്തിലാണ് ഉണ്ടാവത്തുള്ളൂ. അതായത് ഈ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ റിസൾട്ട് പറയണത്. അതായത് 3 തരത്തിലാണ് ഇതിന്റെ റിസൾട്ട് വരിക. 1 പോസിറ്റീവ്, 2 നെഗറ്റീവ്, 3 ഇൻവാലിഡ്. ഫസ്റ്റ് എന്ന് പറയണത് പോസിറ്റീവ്. അതായത് ഈ ടി ലൈനും കൺട്രോൾ ലൈനും രണ്ടും ഉണ്ടാവും. യൂറിൻ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ 2 ലൈനും ഉണ്ടാവും. ഇതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. നെഗറ്റീവ് എന്ന് പറയുന്നത് കൺട്രോൾ ലൈൻ മാത്രമാണ് ഉണ്ടാവത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇൻവാലിഡ് എന്ന് പറയുന്നത് ഈ 2 ലൈനും ഉണ്ടാവത്തില്ല. പിന്നെ ചില കേസസിൽ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഈ ടി ലൈനെയും സി ലൈനെയും പറ്റി. ഈ ടി ലൈൻ സി ലൈനിനേക്കാളും കുറച്ചും കൂടി എന്താ പറയാ ലൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവാനായിട്ട് പറ്റും. ഇതൊരു പോസിറ്റീവ് റിസൾട്ട് ആണ്. ഇതിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ ടി എന്ന് പറയുന്നത്, ഈ ടി ലൈൻ എന്ന് പറയുന്നത് സി ലൈനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കുറവാണ്. അപ്പോൾ പക്ഷെ ഇതിനേക്കാളും ഒരു ലൈറ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും ചില സ്ട്രിപ്പ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി 2 ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒരു പുതിയ സ്ട്രിപ്പ് വാങ്ങിച്ച് ടെസ്റ്റ് ചെയ്യണം. പിന്നെ ഈ ടെസ്റ്റ് റിസൾട്ടിനെ പറ്റി പറയുമ്പോൾ ഈ പോസിറ്റീവ് റിസൾട്ട് കാണിച്ചാലും പ്രഗ്നൻസി അല്ലാത്ത കുറെ കേസസ് ഉണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്ടോപിക് പ്രഗ്നൻസി, മോളാർ പ്രഗ്നൻസി. അതായത് മോളാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മുന്തിരിക്കുല ഗർഭം ഉണ്ടല്ലോ. അതായത് യൂട്രസിലല്ലാതെ യൂട്രസിന്റെ വേറെ ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ടാവുന്ന പ്രഗ്നൻസിയിൽ ഈ ഹോർമോൺ റിലീസ് ഉണ്ടായിരിക്കും യൂറിനിലേക്ക്. അപ്പൊ അങ്ങനെയുള്ള കേസസിലും എന്തുണ്ടായിരിക്കും, ഈ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് പോസിറ്റീവായിട്ട് കാണിക്കും. ഈ കാറ്റഗറി മാത്രമല്ല കേട്ടോ. ഈ ചിലവർക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ ബ്ലാഡർ, ഓവറി, ഈ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ക്യാൻസർ, അങ്ങനെയുള്ള ചില ഡിസീസ് കണ്ടീഷനിൽ HCGയുടെ റിലീസിങ് നടക്കുന്നുണ്ട് യൂറിനിൽ. അങ്ങനെയുള്ള കേസസിലും ഈ പോസിറ്റീവ് റിസൾട്ട് കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് അത് പോസിറ്റീവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അടുത്തുള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ട് ബ്ലഡിലും സ്കാനും ചെയ്ത് ഉറപ്പ് വരുത്തണം പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.